അപ്പോൾ നമ്മുടെ സോപ്പ് സെറ്റായിട്ടുണ്ട് കേട്ടോ. പെട്ടെന്ന് അൺമോൾഡ് ചെയ്യാൻ എനിക്ക് ഇനി വേറെ സോപ്പ് ഉണ്ടാക്കേണ്ടതാണ്. എന്താ നമ്മുടെ സോപ്പ് റെഡി ആയിട്ടുണ്ട് കേട്ടോ. നല്ല അടിപൊളി പപ്പായ സോപ്പ്. ഇത് ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ ഒരു പപ്പായ സോപ്പ് ഉണ്ടാക്കാനാണ്. അപ്പോൾ ഒരു 2 പപ്പായ സോപ്പിൻ്റെ ഒരു ഓർഡർ ഉണ്ടായിരുന്നു. അപ്പോൾ ഞാനിത് വീഡിയോ ആയിട്ട് ചെയ്യാൻ കാര്യം എൻ്റെ കയ്യിൽ നിന്ന് സോപ്പ് ബേസ് എടുത്തിട്ട് പിന്നെ ഒരു കാര്യം ഒത്തിരി പേരെൻ്റെ കയ്യിൽ നിന്ന് സോപ്പ് ബേസ് എടുത്തിട്ട് സോപ്പിൻ്റെ ബിസിനസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഒത്തിരി സന്തോഷമാണ് അത് കേൾക്കുമ്പോൾ. ഇപ്പം എൻ്റെ ഒരു വാക്ക് കൊണ്ടൊക്കെ അവർക്ക് ഒരു ധൈര്യം കിട്ടി, അങ്ങനെ തുടങ്ങാനുള്ള ഒരു മനസ്സിനൊരു ധൈര്യം കിട്ടി. ഞാൻ തുടങ്ങാൻ പോവുകയാണ്, അപ്പോൾ ഇത് മോൾ കാണിച്ചു തരണമെന്നൊക്കെ പറഞ്ഞിട്ട് വീഡിയോ എനിക്കൊന്ന് പറഞ്ഞു തരണമെന്നൊക്കെ പറയുമ്പം ഇനിയിപ്പോൾ തുടക്കമാണല്ലോ, അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ നമ്മൾ പറഞ്ഞു കൊടുത്താലും അവർക്ക് അത്ര അങ്ങോട്ട് മനസ്സിലായിക്കൊള്ളണമെന്നില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് ഞാൻ അവർക്കായിട്ട് ഈ ഒരു സോപ്പ് ഉണ്ടാക്കുന്നത് അവർക്ക് ഡെഡിക്കേറ്റ് ചെയ്യണേ കേട്ടോ. എന്ന് വെച്ചാൽ അവരിത് കണ്ട് പഠിക്കട്ടെ എന്ന് വിചാരിച്ചിട്ട്. നമ്മൾ പറഞ്ഞു കൊടുക്കണേക്കാളും നല്ലത് അങ്ങനെ ചെയ്യലാണല്ലോ. അപ്പം 2 പപ്പായ സോപ്പിൻ്റെ ഒരു ഓർഡർ ഉണ്ടായിരുന്നു. അപ്പോൾ ഞാനിത് ഞാനപ്പോൾ ചേച്ചിനോട് പറഞ്ഞായിരുന്നു, ഒരാളല്ല പലരും പറഞ്ഞു ഒന്ന് കാണിച്ചു തരുമോ. പലർക്കും ഞാൻ പറഞ്ഞു കൊടുക്കുന്നുണ്ട്, സമയമില്ലെങ്കിൽ പോലും ഞാൻ നല്ല രീതിയിൽ മനസ്സിലാവുന്ന രീതിയിൽ തന്നെ എല്ലാവർക്കും പറഞ്ഞു കൊടുക്കുന്നുണ്ട്. കുറേ പേര് ചെയ്ത് എനിക്ക് ഫോട്ടോ ഒക്കെ അയച്ചെന്ന് അവർക്കൊക്കെ ഒത്തിരി സന്തോഷമായി. അപ്പോൾ ഇത് അങ്ങനെ എല്ലാവരും കുറച്ച് പേരിങ്ങനെ പറയണോണ്ട് അപ്പോൾ അവർക്കായിട്ട് ഞാൻ ഈ സോപ്പ് ഉണ്ടാക്കി കാണിച്ചു കൊടുക്കുകയാണ്. അപ്പം നിങ്ങൾ ഇത് കണ്ടിട്ട് ശ്രദ്ധയോടെ കണ്ടിട്ട് ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കട്ടോ, സോപ്പിൻ്റെ ബിസിനസ്സൊക്കെ സ്റ്റാർട്ട് ചെയ്യാനായിട്ട്. അപ്പോൾ ഒരു 2 സോപ്പിൻ്റെയാണ് എനിക്ക് പപ്പായ സോപ്പിൻ്റെ ഒരു ഓർഡർ. അപ്പോൾ നമുക്ക് ഒരു 100 ഗ്രാമിൻ്റെ 2 സോപ്പിന് ഒരു 200 സംതിങ് എടുക്കണം. ഒരു 200 എടുത്താൽ തികയില്ല. അത് നമ്മൾ പാത്രത്തിലും അവിടെ ഇവിടെയൊക്കെ പിടിച്ച് കുറേയൊക്കെ അങ്ങനെ നമുക്ക് നഷ്ടം വരുമല്ലോ. അപ്പോൾ കുറച്ച് കൂടുതൽ എടുക്കണം. നമുക്ക് നോക്കാം. ഇത് ഫസ്റ്റ് ക്വാളിറ്റി ബേസ് വെച്ചാണ് കേട്ടോ ഞാൻ ചെയ്യണം. അല്ല, ഫസ്റ്റ് ക്വാളിറ്റി ബേസ് വെച്ചാണ് സോപ്പ് സെയിൽ ചെയ്യണതെല്ലാം. ഈ ഒരു ബേസും കൊണ്ടാണ് ഞാൻ സോപ്പ് ഉണ്ടാക്കണത്. നമുക്കിത് എന്തോരം ഉണ്ടെന്ന് നോക്കാം. ഒരു 253 വന്ന്, അത്രയും വേണ്ട. ഒരു 225 ഉണ്ട് കേട്ടോ. ഇത് മതി നമുക്ക് 2 സോപ്പ് ഉണ്ടാക്കാനായിട്ട്. അപ്പം ഞാനിതൊന്ന് കട്ട് ചെയ്തെടുത്ത് മെൽറ്റ് ചെയ്യട്ടെ. അപ്പം ഞാനവിടെ ഒരു പീസ് മാറ്റി വെച്ചിരുന്നു, കൂടി എടുത്തിട്ടുണ്ട്. എന്താണെന്ന് വെച്ചാൽ ഈ പിയേഴ്സിൻ്റെ മോൾഡ് 100 ഗ്രാമിൽ കൂടുതൽ വന്നിട്ടുണ്ട്. ചില മോൾഡൊക്കെ 105, 107 അങ്ങനെയൊക്കെ വന്നിട്ടുണ്ട്. അപ്പം അങ്ങനെയൊക്കെ വരുമ്പോൾ നമുക്ക് തികയാതെ വന്നാലോ എന്ന് വിചാരിച്ചിട്ട് അതും കൂടി എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാനിത് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് മെൽറ്റ് ചെയ്തിട്ട് വരാം. ഇനി നാളത്തേക്ക് എനിക്ക് ഒത്തിരി സോപ്പ് ഉണ്ടാക്കാനുണ്ട്. ഈ പറഞ്ഞതുപോലെ ഇങ്ങനെ പപ്പായ, അലോവേര, അതുപോലെ നാൽപ്പാമരാതികേരം, അങ്ങനെ പല സോപ്പുകൾ ഇനി എനിക്ക് ഉണ്ടാക്കാനുണ്ട്. ഓരോന്നായിട്ട് ചെയ്തുകൊണ്ടിരിക്കണം. പിന്നെ ലിപ് ബാമിൻ്റെ ഓർഡർ ഉണ്ട്, ഫേസ് വാഷിൻ്റെ ഓർഡർ ഉണ്ട്. ഇതെല്ലാം എനിക്കിന്ന് ചെയ്ത് തീർക്കേണ്ടതാണ്. അപ്പോൾ നമുക്കൊന്ന് ബേസ് ഒന്ന് മെൽറ്റായി നോക്കിയിട്ട് വരാം കേട്ടോ. നമ്മുടെ ബേസ് മെൽറ്റായി കിട്ടിയിട്ടുണ്ട് കേട്ടോ. പിന്നെ ഒരു കാര്യം, എൻ്റെ ഈ കസ്റ്റമർക്ക് പപ്പായയുടെ എക്സ്ട്രാക്റ്റ് തന്നെ ചേർത്തിട്ട് വേണം സോപ്പ് ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെ അവരുടെ മുഖത്ത് ഒത്തിരി മുഖക്കുരു ഉണ്ടായിരുന്നു. അപ്പോൾ ഈ ഒരു സോപ്പ് ഇട്ടിട്ടാണ് പിന്നെ അവരുടെ മുഖക്കുരുവൊക്കെ മാറിയെന്ന് അവർ പറയുകയും ചെയ്തിട്ടാണ്. അവർ ഈ വീഡിയോ കാണാനുണ്ടാവും എൻ്റെ. അപ്പം അവർക്ക് വേണ്ടി പപ്പായയുടെ എക്സ്ട്രാക്റ്റാണ് ഞാൻ ചേർക്കണത്. അപ്പോൾ എന്നോട് സോപ്പ് ഉണ്ടാക്കി കാണിച്ചു തരാൻ ആവശ്യപ്പെട്ടവർ ഇതിന് പകരമായിട്ട് പപ്പായയുടെ ജ്യൂസ് ആഡ് ചെയ്താൽ മതി കേട്ടോ. അപ്പോൾ എന്നെ വാട്സപ്പിലൊന്ന് കോണ്ടാക്ട് ചെയ്താൽ മതി. അപ്പോൾ ഞാൻ എത്ര അളവിൽ ജ്യൂസ് ആഡ് ചെയ്യണമെന്നുള്ളത് പറഞ്ഞുതരാം കേട്ടോ. പപ്പായയുടെ എക്സ്ട്രാക്റ്റ് ചേർത്തിട്ടുണ്ട് കേട്ടോ. ഇനി വെജ് ഗ്ലിസറിൻ ചേർക്കണം.
ഗ്ലിസറിൻ ബേസാണ്, എന്നാലും നമുക്ക് കുറച്ച് ഗ്ലിസറിൻ കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. ഇത് പപ്പായയുടെ സ്മെല്ലാണ് കേട്ടോ. നല്ല സ്മെല്ലാണ്, നല്ല ലോങ് ലാസ്റ്റ് ചെയ്യുന്ന സ്മെല്ലാണ് കേട്ടോ. ഈ സോപ്പ് തീർന്ന വരെയും ഇതിൻ്റെ സ്മെല്ലുണ്ടാവും. അപ്പോൾ നമുക്കതൊന്ന് അളന്നിട്ട് വേണം ഒഴിക്കാൻ. ഞാൻ സ്മെല്ല് ചേർത്തത് ഇതിൽ കാണിച്ചോന്നറിയില്ല കേട്ടോ. ഞാൻ വീഡിയോ ഓണാക്കിയിട്ടുണ്ടായില്ലാർന്ന് തോന്നണം എനിക്ക്. ഇത് സ്മെല്ല് ചേർത്തിട്ടാണ്, ഒരു 5 ml സ്മെല്ല് ചേർത്തിട്ടുണ്ട്. രണ്ട് വൈറ്റമിൻ ഇ ക്യാപ്സ്യൂൾ ചേർത്തിട്ട്. അപ്പോൾ നമ്മൾ സോപ്പ് മെൽറ്റ് ചെയ്തിട്ട് വന്നിട്ട് പപ്പായയുടെ എക്സ്ട്രാക്റ്റ് ചേർത്ത്, ഇനി പപ്പായയുടെ ജ്യൂസ് ചേർക്കേണ്ടവർക്ക് ജ്യൂസ് ചേർക്കാം. ഒരു 100 ഗ്രാമിൻ്റെ സോപ്പിലേക്ക് ഒരു 10 മില്ലി ജ്യൂസ് ചേർക്കാം കേട്ടോ. പിന്നെ നമ്മൾ വെജിറ്റബിൾ ഗ്ലിസറിൻ 1 ടീസ്പൂൺ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ സ്മെല്ല് ഒരു 5 ml ആഡ് ചെയ്തെടുത്തിട്ടുണ്ട് 2 സോപ്പിനായിട്ട്. ഇനി നമുക്ക് ഇത്തിരി ഓറഞ്ച് കളറ് ചേർത്ത് കൊടുക്കാം, ഒരു പപ്പായയുടെ കളറ് കിട്ടാനായിട്ട്. അപ്പോൾ ഞാനൊരു 3 ഡ്രോപ്സ് ഞാൻ ചേർത്തിട്ടുണ്ട്. ഇനി കളറ് വേണമെന്ന് നോക്കിയിട്ട് കുറച്ചുകൂടെ ചേർത്ത് കൊടുക്കാം. ഒരു 2 ഡ്രോപ്സ് കൂടി ആഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. രണ്ടല്ല 3 ഡ്രോപ്സാണ് ഞാൻ ആഡ് ചെയ്തേക്കണം. മൊത്തത്തിൽ 6 ഡ്രോപ്സ് ആഡ് ചെയ്തിട്ടുണ്ട്. ഇനി ഒരു ഡ്രോപ്പും കൂടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഒരു 7 ഡ്രോപ്സ് ഇതിലേക്ക് ഞാൻ കളർ ആഡ് ചെയ്തെടുത്തിട്ടുണ്ട്. നമുക്ക് പെട്ടെന്ന് തന്നെ മോൾഡിലേക്ക് ഒഴിക്കാം. കുറച്ച് നമുക്കൊന്ന് ബാക്കി വന്ന് റബ്ബിങ് ആൽക്കഹോള് ഒന്ന് അടിച്ചു കൊടുക്കണം കേട്ടോ. അപ്പം ആദ്യം ഒന്ന് പോയി കിട്ടാനായിട്ട്. ഇനി അതവിടെ ഒന്ന് സെറ്റ് ആവട്ടെ. ഒരു 2.5 മണിക്കൂറാകുമ്പോഴേക്കും നമുക്കിത് അൺമോൾഡ് ചെയ്യാം കേട്ടോ. ഇനിയും നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടൊക്കെ ഉണ്ടെങ്കിൽ എന്നെ വാട്സപ്പിലൊന്ന് ചോദിച്ചോട്ടോ. അതിന് ഒരു മടി വിചാരിക്കണ്ട. ഞാൻ അത് എത്ര തിരക്കാണെങ്കിലും ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം കേട്ടോ. ഇപ്പോൾ ഈ സോപ്പിൻ്റെ മെറ്റീരിയൽസൊക്കെ കൊടുക്കാൻ തുടങ്ങിയ പിന്നെ ഓരോ വീടുകളിലെ ഓരോ സ്ത്രീകളുടെ ഓരോ അവസ്ഥകളും എല്ലാം അറിയണുണ്ട് അപ്പോൾ നിങ്ങൾ ഇതുപോലെ ചെറിയ ചെറിയ ബിസിനസ്സുകളൊക്കെ എന്തെങ്കിലുമൊക്കെ ചെയ്ത് നിങ്ങൾ എന്തെങ്കിലും ഒരു വരുമാനം നിങ്ങളായിട്ട് ഉണ്ടാക്കണം കേട്ടോ. അപ്പോൾ അതുപോലെ ഞാൻ ഈ കൊടുക്കണ എല്ലാ പ്രോഡക്റ്റ്സും ഞാൻ ഹോൾസെയിലായിട്ട് നിങ്ങൾക്ക് തരാം. അപ്പോൾ നിങ്ങൾ റീസെയിലിംഗ് ചെയ്യാൻ പറ്റണവരൊക്കെ അങ്ങനെ ചെയ്ത് എന്തെങ്കിലുമൊക്കെ ഒരു ബിസിനസ് വീട്ടിലിരുന്ന് തന്നെ തുടങ്ങുക. ഓക്കെ. അപ്പോൾ ഇനിയിപ്പോൾ ഞാൻ ചെയ്തതിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഒരു മടിയും കൂടാതെ ചോദിച്ചോട്ടോ. പിന്നെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻ്റ് ഇടാനും അതുപോലെ ലൈക്ക് ചെയ്യാനൊന്നും മറക്കരുത്. എല്ലാവരും അത് ചെയ്യണം. അപ്പോൾ നമ്മുടെ ഈ വീഡിയോ ഒരുപാട് ഉപകാരപ്രദമായ വീഡിയോയാണ്. അപ്പോൾ അത് ഓരോ ആളുകളിലേക്കും എത്താൻ നിങ്ങളുടെ ഈ ചെറിയ സപ്പോർട്ടും കൂടി എനിക്ക് വേണം. അപ്പോൾ എല്ലാവരും എന്നെ ഇങ്ങനെ ഒന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. ഇനി എനിക്ക് സെയിലിനുള്ള എല്ലാ സോപ്പുകളും ഞാൻ എൻ്റെ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ പപ്പായയുടേതും ഞാൻ കാണിച്ചിട്ടുള്ളതാണ്. അപ്പോൾ ഇതുപോലെ ഒരു സഹോദരി പറഞ്ഞത് കൊണ്ട് മാത്രം ഞാനിത് ഒന്നും കൂടി ഞാനതൊന്ന് ചെയ്തതാണ്. അപ്പോൾ എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ ക്ലിയർ ആവട്ടെ എന്ന് വിചാരിച്ച് ഞാൻ ഇതിനു മുമ്പ് പപ്പായയുടെ സോപ്പ് ചെയ്തേക്കണത് അതിൻ്റെ സാഫ്രോണൊക്കെ ആഡ് ചെയ്തിട്ടാണ്. പക്ഷേ
അവർക്ക് സാഫ്രോണൊന്നും ആഡ് ചെയ്തിട്ട് ചെയ്യാനല്ലല്ലോ, അവർക്കൊരു ചെറിയ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയല്ലേ. അപ്പോൾ അതുകൊണ്ടാണ് ഞാനിത് രണ്ടാമത് കാണിച്ചത്. അതുപോലെ ഫേസ് വാഷിൻ്റെ വീഡിയോയൊക്കെ ഞാൻ ചെയ്തിട്ടുണ്ട് കേട്ടോ ഇതിന് മുമ്പ്. അപ്പോൾ അതൊക്കെ ഒന്ന് കയറി കണ്ട് നിങ്ങളും അതുപോലെയൊക്കെ ചെറിയ രീതിയിലൊന്ന് സ്റ്റാർട്ട് ചെയ്യാൻ ശ്രമിക്കട്ടോ. ചെറിയ ചെറിയ ബിസിനസ്സിലേക്ക് എല്ലാ വനിതകളും ഒന്ന് സ്റ്റാർട്ട് ചെയ്യാൻ നോക്കട്ടോ. അതുപോലെ സോപ്പിൻ്റെ ബേസ് വേണ്ടവരും സോപ്പിൻ്റെ കിറ്റ് വേണ്ടവരൊക്കെ ഒന്ന് കോണ്ടാക്ട് ചെയ്തോളൂ കേട്ടോ. അതുപോലെ ഇത് നമ്മുടെ ഓർഗാനിക് ഷാമ്പു ഒക്കെ ഹോൾസെയിലായിട്ട് കൊടുക്കുന്നുണ്ട്. അതുപോലെ ശംഖുപുഷ്പത്തിൻ്റെ ക്രീം അതൊക്കെ ഹോൾസെയിലായിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ കുറച്ച് പ്രൊഡക്ട്സൊക്കെ ഹോൾസെയിലായിട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അത് ആവശ്യക്കാരുണ്ടെങ്കിൽ ഒന്ന് കോണ്ടാക്ട് ചെയ്തോളൂ കേട്ടോ. അപ്പോൾ നമ്മുടെ സോപ്പ് സെറ്റായിട്ടുണ്ട് കേട്ടോ. പെട്ടെന്ന് അൺമോൾഡ് ചെയ്യാൻ എനിക്ക് ഇനി വേറെ സോപ്പ് ഉണ്ടാക്കേണ്ടതാണ്. എന്താ നമ്മുടെ സോപ്പ് റെഡി ആയിട്ടുണ്ട് കേട്ടോ. നല്ല അടിപൊളി പപ്പായ സോപ്പ്. ഇത് മുഖക്കുരുവൊക്കെ മാറാൻ നല്ലതാട്ടോ. എൻ്റെ മുഖത്തൊക്കെ നല്ല മുഖക്കുരു ഉണ്ടായതാണ്. ഈ പപ്പായ സോപ്പ് ഞാൻ സ്ഥിരം യൂസ് ചെയ്യണതാണ്. അപ്പോൾ മുഖക്കുരുവൊക്കെ ഉള്ളവർ ഈ ഒരു സോപ്പ് യൂസ് ചെയ്താൽ മതി കേട്ടോ. നല്ല റിസൾട്ട് ഉണ്ടാവും. കണ്ടില്ലേ, ഇതാണ് നമ്മുടെ പപ്പായ സോപ്പ്. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ കേട്ടോ ഇന്നത്തെ എൻ്റെ വീഡിയോ. ഇനി അടുത്തത് എനിക്ക് ലിപ് ബാമിൻ്റെ ഓർഡർ ഉണ്ട്. എനിക്ക് അടുത്തായിട്ട് ലിപ് ബാം ഉണ്ടാക്കണം. അതുകൊണ്ട് വേഗം ഇന്നത്തെ വീഡിയോ ഞാൻ പറഞ്ഞ് തീർക്കണേണ്. അപ്പോൾ ഓക്കെ, അപ്പോൾ എല്ലാവർക്കും എൻ്റെ താങ്ക്സ്.